ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ പരിശോധന ഇന്നും തുടരും. ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഇന്നലെ പൂർത്തിയാക്കാനായില്ല. നാളെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടക്കും. പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, ഈ ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ സന്നിധാനത്ത് അന്വേഷണം പൂർത്തീകരിച്ച് ഇന്ന് ആറന്മുളയിലെത്തി അവിടുത്തെ ശബരിമല സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും എന്നാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? അതായത് സന്നിധാനത്ത് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഗോകുൽ, ഗൗതം, തീർച്ചയായിട്ടും നിലവിൽ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ അദ്ദേഹത്തിൻ്റെ പരിശോധന ഇന്നും സന്നിധാനത്ത് തുടരുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. അതായത് ഇന്നലെ കൊണ്ട് പരിശോധന പൂർത്തീകരിക്കേണ്ടതായിരുന്നു സന്നിധാനത്തെ, പക്ഷേ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രധാനമായിട്ടും ഇന്നലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അത് തിരികെ എത്തിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ പരിശോധന നടപടികളാണ് ഇന്നലെ നടക്കുകയുണ്ടായത്. ആ പരിശോധന നടപടികൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ സന്നിധാനത്തെ ശ്രീകോവിലിൻ്റെ വാതിലിലെയും കട്ടിളപ്പടിയിലെയും അടക്കമുള്ള ആ സ്വർണ്ണപ്പാളികളുടെ സ്വർണം അടക്കം പരിശോധിക്കും. അവിടെയുള്ള മറ്റ് മൂല്യവത്തായിട്ടുള്ള വസ്തുക്കളുടെ തൂക്കമടക്കം പരിശോധിക്കുന്ന വിശദമായിട്ടുള്ളൊരു പരിശോധന നടപടികൾ തന്നെയാണ് സന്നിധാനത്ത് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഈ പരിശോധനാ സമയം അങ്ങോട്ടേക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരായിരുന്നില്ല. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ. എന്തായാലും ഇന്നും അതേ പരിശോധന തന്നെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം മഹസർ അടക്കം വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകളും അവിടെയുള്ള ആ വസ്തുക്കളുടെ തൂക്കങ്ങളും അളവുകളും ഒക്കെ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും അന്വേഷണം നടക്കുന്നുള്ളത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പരിശോധന നടക്കേണ്ടത് ആറന്മുളയിലാണ്. കാരണം ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യവത്തായിട്ടുള്ള പല വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ആറന്മുളയിലുള്ള സ്ട്രോങ് റൂമിലാണ്. ആ സ്ട്രോങ് റൂമിൽ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. സന്നിധാനത്തെ പരിശോധന പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ അത് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ അടങ്ങുന്ന സംഘം മലയിറങ്ങും. അതിനുശേഷം നാളെ ആയിരിക്കും ആറന്മുളയിലെ പരിശോധന നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ്റെ കണ്ടെത്തലുകൾ ഏറെ നിർണായകമായി മാറും ഈ കേസ് അന്വേഷണത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോടതി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റിസ് ശങ്കരൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൽ തുടർ നിലപാടുകളും തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും സന്നിധാനത്ത് ഇന്നലെ മുതൽ പരിശോധന തുടരുകയാണ്. ഇന്നലെ ഒരു 3 അംഗ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ 3 അംഗ സംഘം സന്നിധാനത്തെത്തി പരിശോധനാ നടപടികൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അവരുടെ പരിശോധന സന്നിധാനത്ത് തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും സന്നിധാനത്തെ പരിശോധന ഇന്നും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിശോധന അന്വേഷണ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന മറ്റ് വ്യക്തികൾ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളും വരുന്ന മണിക്കൂറുകളും ഒക്കെ അന്വേഷണത്തിൽ ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം വിവിധ തലങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങളുടെ കണ്ടെത്തലുകൾ അത് കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും നാളെ സ്ട്രോങ് റൂമിൽ, ആറന്മുള സ്ട്രോങ് റൂമിലെ പരിശോധന കൂടി പൂർത്തിയാകുന്നതോടുകൂടി ജസ്റ്റിസ് കെ.ടി. ശങ്കരനെ ഏൽപ്പിച്ചിട്ടുള്ള ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരിശോധന നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ റിപ്പോർട്ട് നൽകുന്നുണ്ടാവുക. തുടരുകയാണ്. ശബരിമല സന്നിധാനത്ത് ഇന്നുകൂടി പരിശോധന നടത്തിയ ശേഷം വൈകിട്ട് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ മലയിറങ്ങും. പിന്നീട് നാളെയാണ് ആറന്മുളയിലെ ശബരിമല സ്ട്രോങ് റൂമിൽ പരിശോധനയും കണക്കെടുപ്പും നടക്കുക. ഒപ്പം SITയുടെ അന്വേഷണ സംഘവും ഇപ്പോൾ സന്നിധാനത്തുണ്ട്. അവിടെ പ്രത്യേക തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുവെന്നാണ് ഗോകുൽ രമേശ് റിപ്പോർട്ട് ചെയ്യുന്നത്.